തനിച്ച ഹറാമാണ് ആ ചെയ്യുന്നത്. ഉംറക്ക് പോകണമെങ്കിൽ വരെ, സുന്നത്തായ ഉംറ നിർവഹിക്കണമെങ്കിൽ വരെ മഹറം കൂടെയുണ്ടാകണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. സുന്നത്തായ ഉംറ, ഒരു ഉംറ ഫർളായ ഉംറയാണ്. അതിന് വിശ്വസ്തരായ സഹോദരിമാര് കൂടെ മതി. ആരുമില്ലാതെ പോകാൻ പറ്റുമോ? പറ്റൂല. അതേ സമയത്ത് സുന്നത്തായ ഉംറക്ക് വേണ്ടി പോകുന്നുണ്ട്. ഒരു ഉംറ മാത്രമല്ലല്ലോ ഒരു പോക്കിന് ചെയ്യുന്നത്, 2, 3, 4, 5 ഉംറ ചെയ്യുന്നില്ലേ? കൂടെ മഹറം വേണം, അല്ലെങ്കിൽ സൗജ് വേണം. ഇതെവിടുന്നാ നിയമം? ഞാൻ ഉണ്ടാക്കിയതാണോ? അല്ല. ഈ നാട്ടിൽ ഏതെങ്കിലും ആലിമീങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണോ? അല്ല. ലോകൈക ഗുരു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഹജ്ജ് കഴിഞ്ഞ് എല്ലാവരും വാദി മുഹസ്സബിലെത്തുമ്പോ, മിനയിൽ ഒരു സ്ഥലമാണ് വാദി മുഹസ്സബ്. അവിടെയാണ് യാത്രക്കാരൊക്കെ അവസാനമായി ഒരുമിച്ച് കൂടാറുള്ളത്. അവിടുന്നാണ് ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പിരിഞ്ഞു പോകുന്നത്. എല്ലാവരും വിദാഇന്റെ തവാഫും കഴിഞ്ഞ് വാദി മുഹസ്സബിൽ യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, കൂടെയുള്ള പത്നിമാരൊക്കെ സെപ്പറേറ്റ് ആയി ഹജ്ജും ഉംറയും വേറെ വേറെ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ രണ്ടും കൂടി ഒരുമിച്ചാണ് നിർവഹിച്ചത്. അതുകൊണ്ട് എനിക്കൊരു ഉംറ വേറെ തന്നെ ചെയ്യണം. അങ്ങ് സമ്മതിക്കുമോ? തിരിച്ച് മദീനയിലേക്ക് പോകാൻ ബാക്കിയുള്ള ഉമ്മമാരുടെ കൂടെ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ, സുന്നത്തായ ഒരു ഉംറയ്ക്ക് വേണ്ടി പോകാനാ ചോദിക്കുന്നത്. മക്ക നമ്മളെക്കാളും പരിചയമുള്ള മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിനാരും തൊടൂല, പീഡിപ്പിക്കൂല, വേദനിപ്പിക്കൂല, നോക്കിയിട്ട് കിന്നാരം നടത്തൂല. എന്നിട്ടും ആയിഷ ബീവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുന്നു, സഹോദരൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിനെ സഹോദരന്റെ കൂടെ പോയിട്ട് ഉംറ നിർവഹിച്ചു വരൂ. ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് കാത്തിരിക്കാം, അവിടേക്ക് നിങ്ങൾ വന്നാൽ മതി. ഒറ്റക്ക് പറഞ്ഞു വിട്ടില്ല. അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന്റെ കൂടെയാ വിട്ടത്. പോയിട്ട് ഉംറ നിർവഹിച്ച് കൂടെ ഉംറ നിർവഹിച്ച് തിരിച്ചു വരൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇഹ്റാം കെട്ടിയ സ്ഥലമല്ലേ തൻഈമിൽ, ഇന്നും മസ്ജിദ് ആയിഷ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. അവിടെ പള്ളിയുണ്ടല്ലോ, മസ്ജിദ് ആയിഷ എന്നൊരു പള്ളി. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഉംറക്ക് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ നമ്മളെക്കാളും കൂടുതൽ മക്ക പരിചയമുള്ള, മക്ക നിവാസികൾക്ക് എല്ലാവർക്കും അറിവുള്ള, ബഹുമാനത്തിന്റെ അങ്ങേയറ്റം നൽകിയിട്ട് പ്രൊട്ടക്ഷനും സുരക്ഷയും അവർ നൽകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഒറ്റക്ക് വിട്ടില്ല. ഉംറയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെയാണോ സിയാറത്ത്, പിന്നെയാണ് ടൂറ്, പിന്നെയാണ് യാത്ര, ഹണിമൂണ്, പിന്നെയാണ് സൽക്കാരം. നിയമങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്സ് വേണം. എന്നാ അശ്രദ്ധ നീങ്ങും, ഗഫലത്ത് നീങ്ങും. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്ഥിതി വേണം. അതെത്ര അള്ളാഹു നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിലും അള്ളാഹിന്റെ ദീനിന്റെ നിയമങ്ങൾ വിട്ടൊരു കളി പാടില്ല. ആ നിയമങ്ങളിൽ അടിയുറച്ചു നിൽക്കുമ്പോഴാണ് ഒരു ബോധമുള്ള ആത്മീയ രംഗത്ത് നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന ആളെന്ന് പറയാൻ പറ്റുക. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്. നിങ്ങൾ നോക്ക്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഹോദരന്റെ കൂടെയല്ലേ ഉംറക്ക് പോയത്, തിരിച്ചു വരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറക്ക് പോകുന്ന സഹോദരിമാരോട് പറയട്ടെ, ഉംറക്ക് കൊണ്ടുപോകുന്ന ഉസ്താദ് മതിയോ? പോരാ. ആ ഉസ്താദ് നിങ്ങളെ മെഹറമാണെങ്കിൽ പറ്റും, വിവാഹബന്ധം നിഷിദ്ധമായ ആളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അതല്ല, ഉസ്താദ് നിങ്ങളെ ഭർത്താവാണെങ്കിൽ പറ്റും, നിങ്ങളെ ബാപ്പയോ സഹോദരനോ ആണെങ്കിൽ പറ്റും. നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത അജ്നബിയായ ഒരു ഉസ്താദാണ്. നിങ്ങൾ കൂട്ടത്തിൽ കുറെ സഹോദരിമാരുണ്ട്. ഫർളായ ഉംറ നിർവഹിക്കാൻ അത് മതി, സുന്നത്തായ ഉംറ നിർവഹിക്കാൻ അത് പോരാ. ഒരു ഉംറയ്ക്ക് വേണ്ടി തന്നെ ഇത്തരത്തിലൊരു നിയമം വിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ടെങ്കിൽ, എന്റെ ഉപ്പമാരെ, ഉമ്മമാരെ,
ന്യൂ ജനറേഷനിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളൊരു സംഗതി ചെയ്യുന്നതിന്റെ മുമ്പ് വിവരമുള്ള ആളുകളോട് അന്വേഷിക്കണം. ഞങ്ങൾ 5 ആളുകൾ ഇപ്പൊ പ്രവാസികൾ നാട്ടിലേക്ക് വന്നതാണ്. 5 ആളുകളും ഫാമിലി ഒത്ത് നല്ല ഒരു കാരവൻ ബസ് വിളിച്ച് അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് AC ബസ് വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നുണ്ട്. വല്ല കുഴപ്പവുമുണ്ടോ? അതിലുള്ള മറ്റൊരു പെണ്ണിനെ കാണാതെ എങ്ങനെയാണ് പോകുന്നത്? ഒരുമിച്ചുകൂടാതെ എങ്ങനെയാ പോകുന്നത്? കണ്ടൂന്ന് മാത്രമല്ല, ഒരുമിച്ചു കൂടിയെന്ന് മാത്രമല്ല, അന്യോന്യം കൈ സ്പർശിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന എന്റെ ഭാര്യ അപ്പുറത്ത് നിൽക്കുന്ന ആണിന് കൈ കൊടുക്കുന്നു. എന്നിട്ട് വട്ടമായി കുട്ടികൾ വട്ടക്കളി കളിക്കും പോലെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഒപ്പം ഇരുന്നു കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും മുഖാമുഖം നോക്കിയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് വിടുമ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങള് കയ്യയിച്ചു പോയി, വ്യഭിചരിച്ചു പോയി, കാറ്റിൽ പറത്തിപ്പോയി. അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ രൂപത്തിലൊരു യാത്രയോ സഹോദരങ്ങളെ? അങ്ങനെ ഒരു യാത്ര ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? നമ്മൾ